നമ്മുടെ നാട്ടില് ചെറിയ മുറിവുകളായിട്ട് ശരീരത്തിൽ മുറിവുകളായിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം അതും പേറി നടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ മുറിവിന്റെ പ്രശ്നങ്ങള് മാറ്റിയെടുക്കേണ്ടത്? എന്താണ് അവരുടെ ശരീരത്തില് ഇത്തരം മുറിവുകള് ഇത്രയും ഡിലേ ആക്കുന്നത്? ചിലപ്പോ അത് വാരിക്കോസ് വെയിൻ ആകാം, ചിലപ്പോൾ വാരിക്കോസ് അൾസർ ആകാം, ഡയബറ്റിക് ഫുഡ് ആകാം, അതല്ലെങ്കില് നോൺ ഹീലിംഗ് അൾസേഴ്സ് ആവാം. അപ്പോ ഇത്തരം കാര്യങ്ങളെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. ഡോക്ടർ അങ്കിൾ ഫാമിലി ക്ലിനിക്കിലെ നമ്മുടെ ജനറൽ സർജൻ ഡോക്ടർ നിസാർ ഉസ്മാൻ ഖാനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഡയബറ്റിക് ഫുഡ് അൾസർ. നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡയബറ്റീസ്. അതിൽ 20% ചെറിയ മുറിവുകളായിട്ട് നേരിടുന്നുണ്ട്. ഇത് തന്നെ ഏകദേശം അവരുടെ ആ കുടുംബത്തെയും ആ രോഗിയുടെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന വലിയൊരു സീരിയസ് ആയ പ്രോബ്ലമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊന്ന് ലേഖകൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ നമ്മളെ ഡയബറ്റിക് വൂണ്ട് അൾസറുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇതും വാരിക്കോസ് വെയിൻ അൾസറും എല്ലാ അൾസറുകളും കാര്യങ്ങളും ഉണ്ടാകുന്ന ഈ നോൺ ഹീലിംഗ് വൂണ്ടൊക്കെ ഒരുപാട് എണ്ണം കൂടിയിരിക്കുക എന്നാണ് നമ്മുടെ സർജൻ നമ്മളോട് പറയുന്നത്. നിങ്ങളെ കുടുംബത്തിൽ ആർക്കും കിട്ടും ഇത്തരത്തിലുള്ള ഡയബറ്റിക് ഫുഡ് അൾസറോ അല്ലെങ്കിൽ മാറാത്ത മുറിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഇരുന്നിട്ട് വേണം ഈ പോഡ്കാസ്റ്റ് കാണാൻ. അപ്പൊ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് ചോദിക്കാം ഡോക്ടറെ, ഒരു മുറിവ് എങ്ങനെയാണ് നോർമലി ഉണങ്ങുന്നത്? അത് എത്ര ദിവസം സാധാരണ എടുക്കൊരു മുറിവാണ്? ഞാൻ സാധാരണ രീതിയിൽ ഒരു അതല്ല മുറിവ് ഉണങ്ങാൻ വേണ്ടി 4 സ്റ്റേജിലാണ്. 4 സ്റ്റേജ്. അത് ഒന്ന് ഹീമോസ്റ്റാറ്റിൻസ്. ഒരു മുറി ആവുകയും അവിടെ ബ്ലഡ് വന്ന് ക്ലോട്ട് ആവുക. ഓക്കെ, ഒരു മുറിവായി കഴിഞ്ഞ് അത് ക്ലോട്ട് ആവുന്ന സ്റ്റേജിനെയാണ് ഹീമോസ്റ്റാസിസ് സ്റ്റേജ് 1. ഓക്കെ, അതെ. രണ്ടാമത്തെ ഇൻഫ്ലമേഷൻ. നോർമലി നടത്തുന്ന രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻഫ്ലമേഷൻ സ്റ്റേജ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വെള്ള രക്താണുക്കൾ അവിടെ വന്നിട്ട് മുറിനെ പ്രതിരോധ ശക്തി ഉണ്ടാവുകയും അവിടെ ഇൻഫെക്ഷൻ, അതായത് അണുക്കൾ വേണ്ടി ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മെക്കാനിസം തന്നെയാണ് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ സംഭവിക്കുന്നത് അല്ലെ? അവിടെ WBC വന്നിട്ട് അത് നമ്മുടെ എന്തെങ്കിലും അണുക്കൾ കീഴുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യും. ഓക്കെ, പഴുപ്പില്ലാതെ നോർമൽ അവസ്ഥ. ഓക്കെ. മൂന്നാമത്തതാണ് proliferation. അതായത് പോളിഫറേഷൻ പറഞ്ഞാൽ പുതിയ ന്യൂ ടിഷ്യൂ ഗ്രോത്തുകളാണ്. അതോടെ അതിനുശേഷം കൊളാജൻ ഡെപ്പോസിറ്റ്സ് ആണ് അതിന്റെ അവിടെ പുതിയ ടിഷ്യൂ ഉണ്ടായി അതൊന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജാണ്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ആവുന്നത്. നാലാമത്തെ സ്റ്റേജ് ആണ് റീമോഡലിംഗ്. അതെ, ഓക്കെ. ഈ റീമോഡലിംഗ് ഉദ്ദേശിക്കുന്നത് അവിടെ സ്കാർ ആയി വന്ന ടിഷ്യൂനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിനാണ് റീമോഡലിംഗ്. ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടി കട്ടിയായിട്ട് ഈ റീമോഡലിംഗ് സ്റ്റേജിലാണ്. ഇത് ഏകദേശം 1 മുതൽ 2 ആഴ്ച വരെ എടുക്കും സാധാരണ ഉണങ്ങി വരുവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലാണ് ഡയബറ്റിക് ഫുഡിന്റെ ലക്ഷണങ്ങൾ കാണാൻ. ഓക്കെ, ഏതൊരു മുറിവ് ഉണങ്ങാതിരിക്കാനുള്ള കാരണം ഇതിൽ പ്രശ്നം വരുമ്പോഴാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു മുറിവുണ്ടാകുമ്പോൾ അത് 4 സ്റ്റേജിലൂടെയാണ് ഉണങ്ങുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ആദ്യത്തെ സ്റ്റേജ് ഹീമോസ്റ്റാസിസ് ആണ്, രക്തം കട്ട പിടിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യേണ്ട സൈനികർ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ് പ്രോലിഫറേഷൻ ആണ്. പുതിയ ടിഷ്യൂ എല്ലാ കണ്ടീഷനും റെഡിയാക്കിയതിനു ശേഷം പുതിയ ടിഷ്യൂ എടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു സ്കാർ അത് മെച്ചുവർ ആവും. അങ്ങനെ ഈ 4 സ്റ്റേജിലൂടെ പോകാൻ ഏകദേശം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു നോർമൽ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ 1-2 ആഴ്ച അത് മാറും. അത് സ്വാഭാവികമാണ് അല്ലെ? ഇനി ഈ 4 സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് നമ്മുടെ ശരീരം കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെ, നമ്മളെ ബ്ലീഡിങ് നിൽക്കണില്ലെങ്കിൽ ചിലപ്പോൾ പ്രമേഹ രോഗിയാണ്, ചിലപ്പോൾ ഇതാവും അല്ലെ, ഉണങ്ങാതാവും. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സിക്കലാണ് നമ്മൾ മെയിൻ്റെനൻസ്. ഓക്കെ, താങ്ക് യു. എന്തായാലും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ നിസാറിനോട് പ്രത്യേക നന്ദി പറയുന്നു.